ലഡാക്കിനകത്ത് ചൈനയുടെ സേന ഇന്ത്യക്കെതിരെ 50-ൽ പരം പ്രാവശ്യം ആക്രമിക്കുമ്പോൾ കരസേനയുടെയും നാവികസേനയുടെയും വ്യോമസേനയുടെയും മേധാവിമാർ ഡൽഹിയിൽ യോഗം കൂടുമ്പോൾ വചനത്തിന്റെ നിവർത്തിയായി ഇത് ഈറ്റുനോവിന്റെ ആരംഭം. ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ കോവിഡിന്റെ പരിസമാപ്തിയിൽ ഇവിടെ എന്ത് നടക്കും? ഇവിടെ 3 കാര്യങ്ങൾ നടക്കാൻ പോകുന്നു കോവിഡിന്റെ പരിസമാപ്തിയിൽ. അതിന് നിതാന്തമായി നാം വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടക്കും. ദൈവത്തിൻ്റെ പൊന്നു തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മീഡിയയിൽ കൂടി ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും, മാതാപിതാക്കൾക്കും, കുഞ്ഞുങ്ങൾക്കും, സഹോദരി സഹോദരന്മാർക്കും, എല്ലാ പ്രിയമക്കൾക്കും ഒരിക്കൽ കൂടി പുനരാഗമിപ്പാൻ കൊതിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള ധന്യവന്ദനത്തെ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും യേശുക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം ഒരനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ലഭിപ്പാൻ ഇടയാക്കിയ സർവ്വദയാലുവായ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി കരയറ്റുന്നു. കർത്താവിൻ്റെ മടങ്ങിവരവും ലോകാന്ത്യ സംഭവങ്ങളും എന്ന വിഷയത്തോടനുബന്ധിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെപ്പറ്റി ദൈവവചനത്തിൽ കൂടി നാം അല്പനേരം ചിന്തിക്കുന്നതായിരിക്കും. എല്ലാ ദൈവകുഞ്ഞുങ്ങളും ശ്രദ്ധിക്കുന്നവരും പ്രിയപ്പെട്ടവരുമെല്ലാം പ്രാർത്ഥനയോടെ ഇരിക്കണം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 2020 മധ്യപകുതിയിലേക്ക് ലോകം വന്നിരിക്കുന്നു. നിതാന്തമായ ചില സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്ത് ഭവിക്കുമെന്ന് ആർക്കും പ്രതിപാദിക്കാൻ പറ്റാത്ത ഒരു കാലത്തിലേക്ക് ലോകം വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ മനുഷ്യനും ഭയത്തോടെ നീങ്ങുന്ന ഒരു കാലം ലോകത്തിനകത്ത്. ഭരണകൂടങ്ങളിൽ സ്വസ്ഥതയില്ല, രാഷ്ട്രീയക്കാരിൽ സ്വസ്ഥതയില്ല, ഡോക്ടർമാരിൽ സ്വസ്ഥതയില്ല. ഭരണം നിയന്ത്രിക്കുന്ന സകല മനുഷ്യരും ഭയപ്പാടോടുകൂടി മുൻപോട്ട് പോകുന്നൊരു കാലം. അതിന് നിതാന്തമായി ഒരു മഹാവ്യാധി ലോകത്തെ ആഞ്ഞടിച്ചിരിക്കുന്നു. നമുക്ക് ഏവർക്കും അറിയാം, തുടക്കത്തിൽ കൊറോണയെന്നും രണ്ടാം പേരായി COVID-19 എന്ന് പറയുന്ന ഒരു മഹാവ്യാധി 220-ൽ പരം രാഷ്ട്രങ്ങളിൽ ഒരു കാട്ടുതീ പടരുന്നത് പോലെ പടർന്നുകൊണ്ടിരിക്കുന്നു. ഈ മഹാവ്യാധിയുടെ നിറവിൽ നാളെ എങ്ങനെ ഇത് അവസാനിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. കൊറോണ വൈറസ് എന്ന ഈ പ്രതിഭാസം 220 രാഷ്ട്രങ്ങളിൽ ഏകദേശം 1/2 കോടി പേരിലേക്ക് മാരകമായ ഈ വൈറസിൻ്റെ പ്രവാഹം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 3.5 ലക്ഷം പേർ ലോകത്തോട് ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞു മാരക വൈറസിനകത്ത്. ലോകരാഷ്ട്രങ്ങളിൽ വളരെ നിർണായകമായ റഷ്യയും ഇന്ന് മഹാവ്യാധിയുടെ പേരിൽ കുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ പ്രതീക്ഷിക്കാത്ത മരണം 1 ലക്ഷം പേരിൽ കൂടുതൽ അമേരിക്കയിൽ മരണം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിനുമപ്പുറത്തേക്ക് നാം പാർക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 4 സംസ്ഥാനങ്ങളിൽ ഈ മഹാവ്യാധി ശക്തമായി ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നു. ഈ മഹാവ്യാധിയുടെ നിഴലിൽ ഉലകത്തിൽ എന്ത് സംഭവിക്കും? 6000-7000 കേസുകൾ നമ്മുടെ ഇന്ത്യയിൽ ഈ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഒരു പരിഹാരമായി ആർക്കും ഒന്നിനെയും കൊണ്ടുവരാൻ പറ്റാതെ കുഴങ്ങുന്നൊരു കാലം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ കേൾക്കാത്ത കോവിഡും സാനിറ്റൈസറും ലോക്ക്ഡൗണും സേഫ് ഹൗസും മാസ്കും ക്വാറന്റൈൻ, ഈ പദങ്ങളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എവിടെ നിന്നത് തുടങ്ങി? ഇതിൻ്റെ പരിസമാപ്തി എങ്ങനെ സമാപിക്കും? ഇത് നിതാന്തമായി വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നാം കടക്കുമ്പോൾ ചില നിർണായകമായ സംഭവങ്ങൾ ഉലകത്തിൽ നടക്കുമെന്ന് തിരുവെഴുത്ത് പ്രതിപാദിക്കുന്നു. അതിൻ്റെ ഏറ്റവും ശക്തമായ അടിത്തറകൾ വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൽ സഭയെടുക്കപ്പെട്ടാൽ, ആ സഭയെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ വിശുദ്ധ തിരുവചനത്തിൽ 10 യുഗങ്ങളിൽ ഒന്നാമത്തെ യുഗമായി ദൂതന്മാരുടെ യുഗവും, രണ്ടാം യുഗമായി നിൽക്കൽമക്ഷ യുഗവും, മൂന്നാം യുഗമായി മനസ്സാക്ഷി യുഗവും, നാലാം യുഗമായി ന്യായപ്രമാണ യുഗവും, അഞ്ചാം യുഗമായി സങ്കലന യുഗവും, ആറാം യുഗമായ കൃപായുഗത്തിൽ നാം വന്നിരിക്കുമ്പോൾ ഈ കൃപായുഗത്തിനകത്ത് അനവധി സംഭവങ്ങളുടെ നിറവിൽ കാര്യങ്ങളുടെ ഗതി മാറുമ്പോൾ ഏഴാമത്തെ യുഗമായി ഉപദ്രവം എന്ന കാലഘട്ടത്തിലേക്ക് എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിലേക്ക് വരുന്നു. 7 ഉപദ്രവവും 8 മഹോപദ്രവവും 9 1000 ആണ്ട് വാഴ്ചയും 10 നിത്യതയിലേക്ക് നാം കടക്കുമ്പോൾ വിശുദ്ധ തിരുവചനത്തിനകത്ത് മഹാവ്യാധിയെ പറ്റി വ്യക്തമായി എഴുതിയിട്ടുണ്ട്. AD 30 ഏപ്രിൽ മാസം അവസാന വെള്ളിയാഴ്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവരിയുടെ കൊലക്കളത്തിൽ പരമയാഗം
തഴയാഴ്ച ഏവർക്കും അറിയാം, യഹൂദനോടുള്ള ബന്ധത്തിൽ ഓശാന പെരുന്നാൾ പട്ടണത്തെ മുഴുവൻ ഇളക്കിക്കൊണ്ട് ഒരു കഴുതയുടെ പുറത്ത് വാഹനമേറി യെരൂശലേമിന്റെ ദൈവാലയത്തിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട പ്രവാസം നടത്തുന്ന യേശുതമ്പുരാൻ സായം സന്ധ്യയിൽ ഒലിവുമലയിലേക്ക് പ്രവാസത്തിന്റെ നിറവിൽ പകലിൽ ആലയം വിട്ടുപോകുമ്പോൾ ആലയത്തിന്റെ പണി യഹൂദൻ കാണിച്ചു കൊടുക്കുന്നു. ശിഷ്യന്മാർ കൂടെ. യേശു പറഞ്ഞത് കല്ലിന്മേൽ കല്ല് ചേട്ടിപ്പാതെ ഇടിഞ്ഞു പോകും. അന്ന് കനകാംബീര്യമുള്ളൊരു പ്രഭാഷണം എൻ്റെ നാഥൻ അവിടെ ചെയ്തെടുക്കുവാനിടയായി തീർന്നു. അനവധി പേരുടെ ഹൃദയത്തിനകത്തും ചിന്തയ്ക്കകത്തും വരാൻ പോകുന്ന കാലത്തെ പറ്റിയുള്ള നന്മയുടെയും കരുണയുടെയും ന്യായവിധിയുടെയും ഏടുകൾ നാഥൻ ആലയത്തിനകത്ത് തൻ്റെ നാവ് കൊണ്ട് മൊഴിമുത്തുകളായി പറഞ്ഞു കൊടുത്തു. സായം സന്ധ്യയിൽ ശിഷ്യന്മാർ എൻ്റെ യേശുനാഥൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ചെന്ന് ചോദിക്കുന്ന ചോദ്യമാ വിശുദ്ധ മത്തായി 24:3-4-5 ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം. യേശു മറുപടി പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും. തീർന്നില്ല. അതിനോടനുബന്ധിച്ച് മത്തായി 24:32, 31, 34, 35 വാക്യങ്ങളിൽ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പിളതായി ഇലതളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ കാണുന്നുവല്ലോ. അങ്ങനെയെങ്കിൽ അവൻ അടുക്കേ വാതിൽക്കൽ. ഈ പ്രഭാഷണത്തിന്റെ നടുവിൽ COVID-19 ബന്ധത്തിൽ ഒരുവൻ ഉലകത്തെ പിടിക്കുവാൻ വരുന്ന കാഴ്ച നിങ്ങൾ കാണുവാൻ പോകുന്നു. തീർന്നില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് പിതാവല്ലാതെ സ്വർഗത്തിലെ പുത്രനോ ദൂതന്മാർക്കോ അറിയുകയില്ല. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ. അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് മടങ്ങി വരുന്നതിന് നിതാന്തമായി യേശു പറഞ്ഞ ഒലിവുമല പ്രഭാഷണത്തിന്റെ നിവർത്തിയുടെ ഭാഗങ്ങളാ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം, എസ്കറ്റോളജി, വരാനിരിക്കുന്ന യുഗാന്ത്യ സംഭവങ്ങൾ അക്കമിട്ട് നിരത്തുമ്പോൾ വിശുദ്ധ മത്തായി സുവിശേഷം 24:7-8 വാക്യങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇത് ഈറ്റുനോവിന്റെ ആരംഭം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, മഹാവ്യാധി. ഒലിവുമല പ്രഭാഷണം 3 എഴുത്തുകാരിൽ കൂടി, മത്തായി 24 കൂടിയും മർക്കോസ് 13 കൂടിയും ലൂക്കോസ് 21 കൂടിയും യുഗാന്ത്യ പ്രഭാഷണം. അതിനകത്ത് ധന്യനായ ലൂക്കോസ് വൈദ്യൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, മഹാവ്യാധി. തീർന്നില്ല. അതിന് നിതാന്തമായി ലൂക്കോസ് വീണ്ടും നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും മുൻപോട്ട് പോകുമ്പോൾ ആ ദിവസം ഒരു കെണി പോലെ. അങ്ങനെ ഒരു പദം, ദാറ്റ് മീൻസ് ഇംഗ്ലീഷിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ എ ട്രാപ്പ്. അതാണെന്ന് ആരും പ്രതീക്ഷിക്കാതെ ലോകത്തിൽ വന്നത് ഒരു കെണിയായി. അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തിയും ഇന്നത്തെ കോവിഡുമായിട്ട് ഒന്ന് കണക്ട് ചെയ്താൽ അണിയറയ്ക്ക് പിൻപിൽ ചില സംഭവങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നു. എന്താ സംഭവങ്ങൾ? ശ്രദ്ധയോടെ സഭയെടുക്കപ്പെട്ടാൽ വിശുദ്ധ വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. 6-ാം അധ്യായം മുതൽ ഉലകത്തെ ഭരിക്കുവാൻ വരുന്ന ഒരുവന്റെ കരങ്ങളിലേക്ക് ലോകം പോകും. അതിന് നിതാന്തമായി 1-ാമത്തെ കുതിര, വെളിപ്പാട് 6:1-2, കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെളുത്ത കുതിരയെ കണ്ടു. സമാധാനത്തിന്റെ പുറമോടി, എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനം. 2, കുഞ്ഞാട് 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു ചുവന്ന കുതിരയെ കണ്ടു. മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ ഭൂമിയിൽ നിന്ന് സമാധാനം അവൻ എടുത്തു കളഞ്ഞു. ഒരു വലിയ വാൾ അവന് കിട്ടി. ആറ്റം വെപ്പൺ സാത്താന്റെ കയ്യിൽ. എതിർ ക്രിസ്തു. 3-ാമത്തത് നിർണായകം. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു കറുത്ത കുതിരയെ കണ്ടു. ആ കറുത്ത കുതിര ഒരു കറുത്ത കുതിര ക്ഷാമത്തെ കാണിക്കുന്നു. അവന്റെ കയ്യിൽ ഒരു തുലാസ് ഇരിക്കുന്നു. ആ തുലാസ്, ആ ദൈവ കുഞ്ഞുങ്ങള്, ഇന്നത്തെ എല്ലാ കടകളുടെ മുമ്പിൽ GST ആയും വാറ്റായും ഗൾഫിലും അമേരിക്കയിലും കാണുന്നു. ബാർകോഡ് സകലതും നിയന്ത്രിക്കുവാൻ, ലോകം ഒരുവന്റെ കയ്യിലേക്ക് എത്തുവാൻ GSTയും വാറ്റുമായി കറുത്ത കുതിര, അവന്റെ കയ്യിൽ തുലാസ്. 4-ാമത്തെ കുതിരയുടെ രംഗപ്രദർശനമാ. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞ കുതിരയെ കണ്ടു.
വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധികളെ കൊണ്ട് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കാലാംശത്തിൽ മനുഷ്യനെ കൊല്ലുവാൻ പാതാളം അവനെ പിന്തുടർന്നു. വാള്, ക്ഷാമം, മരണം അഥവാ ഇൻസ്റ്റന്റ് എടുത്ത മഹാവ്യാധി. ആ മഹാവ്യാധി മഞ്ഞക്കുതിരയെ കാണുമ്പോൾ, മഞ്ഞക്കുതിരയുടെ ഗ്രീക്കിലേക്ക് വരുമ്പോൾ 4-ാം മുദ്രയിൽ മഞ്ഞക്കുതിരയെ കാണിക്കുന്നത് ക്ലോറോസ് അഥവാ വിളറി. മനുഷ്യൻ കോവിഡിനാൽ മരിക്കപ്പെടുന്നത് പോലെ ഒരു വിളറിയ കുതിരയെ കാണുന്നെങ്കിൽ ആ മഹാവ്യാധി ഇവിടെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിന് നിതാന്തമായി 262 രാഷ്ട്രങ്ങളിൽ 220 എത്തിയിരിക്കുന്നു. ഈ കോവിഡിന്റെ അതിഭീകരമായ അവസ്ഥ ഇന്ത്യയിലേക്ക് കടക്കുന്നു. ഒരു കാലത്ത് സ്വസ്ഥമായിരുന്ന റഷ്യയിലേക്ക് കടക്കുന്നു. ഏഷ്യൻ രാഷ്ട്രങ്ങളെ ഇത് പിടിച്ചു കുലുക്കുന്നു. അമേരിക്കയിലും ഇറ്റലിയിലും ബ്രിട്ടനിലും സ്പെയിനിലും ഫ്രാൻസിലും ഇതിന്റെ തീവ്രതയൊന്ന് കുറഞ്ഞപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഇവൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ മഹാവ്യാധിയായ കൊറോണ നാളെ എന്ത് ഭവിക്കുമെന്ന് ആർക്കും പ്രതിപാദിക്കാൻ വയ്യാതെ ഈ കൊറോണ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കൊറോണ വൈറസ് ആഗോള ദുരന്തമായി ലോകരാഷ്ട്രങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. 2019 ഒക്ടോബറിൽ ചൈനയിലെ കഠിനമായ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ പ്രസംഗങ്ങൾ മുഴുവൻ പ്രസംഗിക്കുന്ന അവിടുത്തെ ഗവൺമെന്റിനെ കാണിക്കണം. തീർന്നില്ല, അവിടുത്തെ സൺഡേ സ്കൂൾ പുസ്തകങ്ങൾ കാണിക്കണം. നിയമത്തെ കഠിനമാക്കിക്കൊണ്ട് ചൈന മുൻപോട്ട് പോകുമ്പോൾ 2019 ഡിസംബറിൽ ആദ്യമായി കൊറോണ എന്ന് പറയുന്ന ഒരു മഹാവ്യാധി അവിടെ രംഗപ്രവേശനം ചെയ്തു. ഇത് പലരും പറഞ്ഞു. ചൈനയിലെ 4 പട്ടണങ്ങൾ മെയിനായിട്ടുണ്ട്. പ്രഭാഷണം കേൾക്കുന്ന കുഞ്ഞുങ്ങള് തലസ്ഥാനമായ ബെയ്ജിങ്ങും ഷാങ്ഹായും പീക്കിങ്ങും, അപ്പുറത്ത് ചൈനയിലെ ഏറ്റവും നല്ലൊരു മാർക്കറ്റ് വുഹാൻ. ലോകത്തിലെ സകല ബിസിനസ്സുകാരെ സഞ്ചരിക്കുകയും ഒരു മൾട്ടിനാഷണൽ സിറ്റിയായി അതിനോട് ചേർന്ന് 16 പട്ടണങ്ങൾ റൗണ്ട് ചെയ്ത് കിടക്കുന്ന വുഹാനിനകത്ത് 2018 ചൈനക്കാർ ഒരു ലാബ് ആരംഭിച്ചു. അന്നിവിടെ ചില മാരക രോഗങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് സാർസ്, മെർസ്, സിക്ക. ഈ വൈറസുകളെ പഠിക്കുവാൻ വേണ്ടി ചൈനയിൽ ആരംഭിച്ച ലാബ് വുഹാൻ ലാബ്. അന്നെല്ലാ രാഷ്ട്രത്തിലെ ഏറ്റവും നിർണായകമായ ബയോ വെപ്പൺസ് കെമിസ്ട്രികളെല്ലാം പറഞ്ഞ് നിങ്ങൾ സൂക്ഷിക്കണം. ഈ വൈറസുകളെ നിങ്ങൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ലാബിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് പിടികിട്ടത്തില്ല. കൊറോണ വൈറസ്, വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നു, ആഗോള ദുരന്തമായി ലോകരാഷ്ട്രങ്ങളിൽ ആഞ്ഞടിക്കുന്നു. ഇത് ഒരു അൺസീൻഡ് വൈറസ് അഥവാ ഒരു മാരകമായ വൈറസ്, അദൃശ്യമായ സാന്നിധ്യമുള്ള ഒരു ബയോ വെപ്പൺ എന്ന് പറയുന്നു. ചൈനയിലെ പ്രിയപ്പെട്ടവര്, ഈ ലാബിൽ ജോലി ചെയ്തവരെയൊന്നും പലരെയും കാണുന്നില്ല. അവരുടെ മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു. അവരെവിടെയാണെന്ന് അറിയുന്നില്ല. ലാബ് ഇപ്പോഴും അടഞ്ഞു കിടക്കുന്നു. അതിന് നിതാന്തമായി പ്രഭാഷണം ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങളെ, ചൈനയോടുള്ള മമത എല്ലാവർക്കും അവസാനിച്ചു കഴിഞ്ഞു. 50 കോടി ജനങ്ങള് ഏകദേശം ക്വാറന്റൈനിലാക്കി ഏകാന്തവാസത്തിലേക്ക് ആദ്യം വിട്ടത് ചൈന. 16 പട്ടണങ്ങളെ വൈൻഡപ്പ് ചെയ്തു. വുഹാനിൽ മുഴുവൻ ലോക്ക്ഡൗൺ എന്ന പേര് കൊണ്ട് സകലരെയും അത് വൈൻഡപ്പ് ചെയ്തുകൊണ്ട് വീട്ടിനകത്ത് ഇറക്കി ഇരുത്തി തുടങ്ങിയ പരിപാടി 2020 ജനുവരി ഫെബ്രുവരി മാസത്തിൽ ചൈനയിൽ മുഴുവൻ നീങ്ങി. 16 പട്ടണങ്ങൾ ലോക്ക്ഡൌണിൽ കൊണ്ടുവന്നുകൊണ്ട് അത് ക്ലോസ് ചെയ്തു. ഷാങ്ഹായിൽ പോയില്ല, ബീജിംഗിൽ പോയില്ല, പീക്കിങ്ങിൽ പോയില്ല. അവർ കൊടുക്കുന്ന കണക്കുകളെല്ലാം തെറ്റാണെന്ന് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പറയുന്നു. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, ഈ ചൈനയുടെ ഈ കൊറോണ വൈറസ്, ഈ പ്രഭാഷണം നടത്തുന്ന ദൈവദാസനാകുന്ന ഞാനല്ല പറയുന്നത്. കൊറോണ വൈറസ് ചൈനയുടെ ജൈവായുധമെന്ന്. എന്ത് ജൈവായുധം അറിയാമോ? ലാബിനകത്തുണ്ടാക്കിയ ഒരു ബയോ വെപ്പൺ. ഇന്ന് പല രാജ്യങ്ങളുടെ കയ്യിലും ആറ്റമിക് വെപ്പൺസ് ഉണ്ട്, ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്, ക്ലസ്റ്റർ വെപ്പൺസ് ഉണ്ട്. അതിന് നിതാന്തമായി ചില രാജ്യങ്ങളൊക്കെയും ഇപ്പോൾ വൈറസ് ബോംബുകൾ ഉപയോഗിക്കുന്ന വാർത്ത. 1990 ഇറാഖ് കുവൈറ്റ് യുദ്ധം നടക്കുമ്പോൾ രാസായുധം ബങ്കറിനകത്തിരിപ്പുണ്ടെന്നും പറഞ്ഞ് അമേരിക്ക കെമിക്കൽ വെപ്പണിനെ നേരിടുവാൻ സദാം ഹുസൈനെ വകവരുത്തിയ ഒരു കാഴ്ച നിങ്ങൾ കണ്ടു. പല രാജ്യങ്ങളുടെ കയ്യിലും രാസായുധമുണ്ടെന്ന് സംശയം. അതുപോലെ തന്നെ ചില പ്രത്യേക രാജ്യങ്ങൾ കണക്ക് വെളിപ്പെടുത്തുന്നു. ചില രാജ്യങ്ങളിൽ ഇന്ന് വൈറസ് ബോംബ് ഒരു അന്തരീക്ഷത്തിലേക്ക് ഇത് വിതറിയാൽ മറ്റ് മാരകായുധങ്ങൾ വേണ്ട, തീവ്രവാദി വേണ്ട, പട്ടാളത്തിന്റെ സാന്നിധ്യം വേണ്ട, എയറിനകത്ത് സർക്കുലേഷൻ ചെയ്ത് മനുഷ്യന്റെ ബ്ലഡിനെ പിടിച്ചുകൊണ്ട് മനുഷ്യനെ മരണത്തിലേക്ക് വിടുവാൻ നിർണായകമായി ശത്രു രാജ്യങ്ങൾക്കെതിരെ പ്രതിരോധിക്കുവാൻ വേണ്ടി ചില സ്ഥാപിത താല്പര്യക്കായി ചില കൺട്രീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വൈറസ് ബോംബ്. ഇത് UN-നകത്തൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. നിർണായകമായ സംഭവങ്ങൾ അണിയറയ്ക്ക് പിൻപിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലോകരാജ്യങ്ങൾ ഈ വൈറസിനോടുള്ള ബന്ധത്തിൽ മമത വിട്ടുകഴിയുന്നു. അതിന് നിതാന്തമായി ചില കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കാം. ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങളെ, കൊറോണ
അല്ലെ COVID-19 ഇതിന്റെ 2ാം സ്റ്റേജിലേക്ക് കടക്കുന്നു. അടുത്ത ഇതിന്റെ സ്റ്റേജ് എന്താണെന്ന് അറിയത്തില്ല. 14-20 ദിവസം കൊണ്ട് മനുഷ്യന്റെ ശരീരത്തിനകത്ത് കയറുന്ന വൈറസ് മനുഷ്യനെ ഇല്ലാതാക്കുന്ന ഒരു കാലം കാണുന്നു. എന്താ ഈ വൈറസിന്റെ പ്രത്യേകത? മെഡിക്കൽ സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് അറിയാം. ഈ വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവൻ നിലനിൽക്കുന്നത്, വിശുദ്ധ തിരുവചനത്തിൽ രക്തത്തിനകത്താ ജീവൻ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ രക്തത്തിനകത്തേക്ക് പമ്പ് ചെയ്യുമ്പോൾ രക്തത്തിന് കൊടുക്കുവാനുള്ള ഓക്സിജൻ സെൽ ശരീരത്തിലെ ആന്റിബോഡിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ കൊറോണ വൈറസ് ശരീരത്തിലേക്ക് കടന്നാൽ രക്തത്തിന് ഓക്സിജൻ കിട്ടാതെ ഇരിക്കുന്നു. ഒരു മതിൽ കെട്ടിയിരിക്കുന്നത് പോലെ രക്തത്തിന് ഓക്സിജൻ കിട്ടാതെ വരുന്നു. അങ്ങനെ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ ഇമ്മ്യൂണൈസിംഗ് പവർ, പ്രതിരോധ ശക്തി കുറവുള്ള 50 വയസ്സ് കഴിഞ്ഞവർ, 65 വയസ്സ് കഴിഞ്ഞവരിലെല്ലാം പെട്ടെന്ന് തൊണ്ടവേദന വരുന്നു, ചിലർക്ക് ശ്വാസം മുട്ട് വരുന്നു. ഈ ഇമ്മ്യൂണൈസിംഗ് പവർ കുറവുള്ളവർക്കെല്ലാം ചിലപ്പോൾ ചെറിയ പനി അടിക്കുക, ആ പനി പിന്നെ ന്യൂമോണിയയിലേക്ക് പോകുന്നു. മനുഷ്യന്റെ മരണത്തിലേക്ക് ഈ കൊലയാളിയായ വൈറസ് കടക്കുന്നു. അൺസീൻഡ് വൈറസ്. ജപ്പാനിൽ നോബൽ സമ്മാനം കിട്ടിയ ഒരു ശാസ്ത്രജ്ഞൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇതിന് പരിഹാരം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അറിയത്തില്ല. ഇത് ലാബിനകത്തുനിന്ന് പുറത്തേക്കിറങ്ങിയ ഒരു വൈറസ് ഇന്ന് മഹാവ്യാധിയായി ലോകത്തിന്റെ ഏറ്റവും അങ്ങേയറ്റമായ അമേരിക്ക മുതൽ നമ്മുടെ കൊച്ചു കേരളം വരെ മനുഷ്യന് സ്വസ്ഥത കെടുത്തുന്നു. ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങളെ, നമ്മുടെ ഈ ബ്ലഡിനകത്ത് കൗണ്ടിനെ വേരിയേഷൻ ചെയ്തുകൊണ്ട് ബ്ലഡിന്റെ സെൽസിന് ഓക്സിജൻ കൊടുക്കാതെ ഈ കൊറോണ വൈറസ് ആഞ്ഞടിക്കുമ്പോൾ ഈ പ്രഭാഷണം കേൾക്കുന്ന കുഞ്ഞുങ്ങള് ഇതിൽ നിന്ന് വിടുതൽ ലഭിക്കുക. നമ്മുടെ അകത്ത് യേശുവിന്റെ രക്തത്തിന്റെ വില നമ്മുടെ അകത്തുണ്ടെങ്കിൽ, അവന്റെ രക്ത സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നെങ്കിൽ, ഈ പ്രഭാഷണത്തിൽ എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങള് ഈ കൊറോണയെ പ്രതിരോധിക്കുക, ഈ വൈറസുകളെ തകർക്കുക. നമ്മുടെ അകത്ത് ദൈവം അവന്റെ രക്തത്തിന്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദൈവ പൈതലിന് വിശ്വാസത്തോടെ പറയാം, എന്റെ ദൈവം എന്നെ പ്രിസർവ് ചെയ്തുകൊള്ളു, എന്റെ ദൈവം എന്നെ കാത്തുകൊള്ളു. അവന്റെ രക്തത്തിന്റെ വിലയാൽ എന്റെ ശരീരത്തിനകത്ത് രക്തത്തെ പ്രിവെന്റ് ചെയ്യുവാൻ അവന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വസിക്കട്ടെ എന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കൊറോണ ഇന്നുകൊണ്ട് അവസാനിക്കത്തില്ല, ലോക്ക്ഡൌൺ ഇന്നുകൊണ്ട് അവസാനിക്കത്തില്ല. ഇന്ന് എല്ലാ രാഷ്ട്രങ്ങളും ക്വാറന്റൈൻ. എവിടുന്ന് വന്നു മക്കളെ ക്വാറന്റൈൻ? ക്വാറന്റൈൻ എന്ന് പറയുമ്പോൾ 1945 മഹായുദ്ധം, 2ാം ലോക മഹായുദ്ധം. ആ 2ാം ലോക മഹായുദ്ധത്തിനകത്ത് നിർണായകമായി അനവധി പേർ മരിച്ചു വീണപ്പോൾ ആകാശമണ്ഡലങ്ങളിലേക്ക് കെമിക്കലിന്റെ പുക പോകുമ്പോൾ അനവധി ദിവസം ജനങ്ങളെ വീട്ടിലിരുത്തി അന്ന് ആദ്യമായി ലോകം തുടങ്ങി ക്വാറന്റൈൻ. ആ ക്വാറന്റൈന് ഇന്ന് ലോകം മുഴുവൻ ആഞ്ഞടിക്കുന്നു. ഏകാന്തവാസം. ഈ കോവിഡിന്റെ പരിസമാപ്തിയിൽ ഇവിടെ എന്ത് നടക്കും? ഇവിടെ 3 കാര്യങ്ങൾ നടക്കാൻ പോകുന്നു കോവിഡിന്റെ പരിസമാപ്തിയിൽ. അതിന് നിതാന്തമായി നാം വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടക്കും. 1, കോവിഡിന്റെ പരിസമാപ്തിയായി യഹൂദ ജനം മടങ്ങി വരും. യോബേൽ സംവത്സരം, യെരുശലേം, ഇസ്രയേലിന്റെ അന്ത്യനാളുകൾ. യോബേൽ സംവത്സരത്തിലേക്ക് യഹൂദൻ മടങ്ങി വരും. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ലോകത്തിന്റെ 5 വൻകരകളിൽ ചിതറിയ യഹൂദൻ ഈ നാളുകളിൽ അവൻ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരും. നിതാന്തമായി അമേരിക്കയിൽ നിന്ന് 80,000 യഹൂദന്മാർ ഇസ്രയേൽ കുടിയേറ്റ വകുപ്പിന് കത്ത് കൊടുത്തു. ഞങ്ങൾ അമേരിക്കയോട് ഗുഡ് ബൈ പറഞ്ഞ് ഞങ്ങളുടെ മാതൃദേശമായ ഇസ്രയേലിലേക്ക് മടങ്ങി വരുന്നു. ഇതൊരു പ്രവചനത്തിന്റെ നിവർത്തിയാ. ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 9:9 എഴുതിയിട്ടുണ്ട്, അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഇസ്രയേലിനെ സകല ജനതയുടെ നടുവിൽ ഞാൻ അരിക്കും, ഒരു മണി പോലും ശേഷിക്കാതെ അവനെ മടക്കി വരുത്ത്. കോവിഡിന്റെ നിതാന്തമായി യഹൂദൻ സ്വന്തം ദേശത്തേക്ക് പലായനം ചെയ്യും. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക്. 2, മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി ഒരാലയം അവർ പണിയുവാൻ മുൻപോട്ട് വരും. എന്താ ആലയം പണിയുവാൻ മുൻപോട്ട് വരും? കഴിഞ്ഞ ദിവസങ്ങളിൽ ഏവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്കൽ പോംപെ ഏകദേശം ഇസ്രായേലിനകത്ത് 80 ദശലക്ഷം ജനങ്ങൾ ആ ഇസ്രായേലിലേക്ക് മൈക്കൽ പോംപെ വരുന്നു. അവിടെ കോവിഡ് ബാധിച്ച് 262 പേർ മാത്രം മരിച്ചു. 15,000 രോഗികൾ മാത്രം. ആ 15,000 14,000 പേരും ആശുപത്രി വിട്ടു. 1000 പേർ മാത്രം ഇന്ന് നിരീക്ഷണത്തിനകത്ത്. അടുത്ത ദിവസങ്ങളിൽ അത് തീരും. അവരെന്തോ ഒരു പ്രിവന്റീവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ലോക്ക്ഡൌൺ പിൻവലിച്ചു. മാർക്കറ്റുകൾ ഓപ്പണായി. മാസ്കുകളെല്ലാം മാറിയപ്പോൾ അമേരിക്കയ്ക്ക് പിടികിട്ടി. എന്താ പിടികിട്ടിയതെന്നറിയാമോ? അമേരിക്കയ്ക്ക് പിടികിട്ടിയ ഒരു കാര്യമുണ്ട്. ഇവരുമായി സഹകരിച്ചു കഴിഞ്ഞാൽ, ഈ പ്രിവന്റീവ് തന്നാൽ അമേരിക്ക ഒന്ന് കരകയറ്റാം. കഴിഞ്ഞയാഴ്ച ലോകം കണ്ടു. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്കൽ പോംപെ ഇസ്രായേലിൽ വന്നു.
കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ് ഇസ്രായേൽ നടന്നു. ഒരു പാർട്ടിക്കും ഭൂരിപക്ഷമില്ല. ഇസ്രായേൽ സ്ഥിരമായ ഒരു ഗവൺമെന്റ് വന്നേ മതിയാകുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങൾ സകല പത്രങ്ങളിലും വാർത്ത കണ്ടു. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുമിച്ചുകൊണ്ട് ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രിയോ, ഗേറ്റ്സ് എന്ന് പറയുന്ന അടുത്ത വ്യക്തിയായി, ഗലാൻസ് പ്രതിരോധ മന്ത്രിയായി, അഥവാ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ നിന്ന പുള്ളിയെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയായി വാഴിച്ചു. ആരെ? മൈക്കൽ പോംബെ, അമേരിക്കക്കാരൻ. 1, മെഡിസിൻ അടിക്കണം. 2, ആരായി ബെഞ്ചമിൻ നെതന്യാഹു? 1948 ഏപ്രിൽ മാസത്തിൽ UN റെസൊല്യൂഷൻ മെയ് 14 ഡേവിഡ് ബെൻഗൂറിയോൻ ഗോലാൻ കുന്നുകളിൽ കൊടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളിർത്തു. 48 അത്തി തളിർത്ത വാർത്ത കേട്ടിട്ട് ആദ്യം ജനിച്ച കുഞ്ഞാ ഈ ബെഞ്ചമിൻ നെതന്യാഹു, ഇന്നത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി. 1948 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയൻ ഗോലാൻ കുന്നുകളിൽ ഹല്ലേലൂയ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് വന്നെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവിടെ ബോൺ ചെയ്ത ബേബി ഇന്ന് 3ാം തവണ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അണിയറയ്ക്ക് പിൻപിൽ എന്തോ നടക്കാൻ പോകുന്നു. ഈ തലമുറയിൽ യഹൂദന് വേണ്ടി ഒരാലയം പണിയുവാൻ പോകുന്നു. അതിന് നിതാന്തമായി ലോകത്തിലെ സംഭവങ്ങളെല്ലാം ഇന്ന് കർത്താവിന്റെ വരവിനെ കാണിക്കുന്നു. കോവിഡിന്റെ പരിസമാപ്തി. നമ്പർ 1, യഹൂദൻ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരും. നമ്പർ 2, അസ്ഥിരമായ ഇസ്രായേലിനകത്ത് ഇന്നൊരു ഗവൺമെന്റിനെ കൊണ്ടുവന്ന് ഒരാലയത്തിന് വേണ്ടി കരുക്കൾ നീക്കുന്നു. വ്ളാഡിമിർ പുടിൻ അവർ കത്ത് കൊടുത്തു കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനും കത്ത് കൊടുത്തു കഴിഞ്ഞു ആലയത്തിന് വേണ്ടി. 3, ചൈന ഇതിന് നല്ലതുപോലെ കണക്ക് കൊടുക്കേണ്ടി വരും. എന്താ കണക്ക്? ഈ പ്രശ്നം ഇങ്ങോട്ട് വന്നപ്പോൾ കഴിഞ്ഞ ദിനങ്ങളിൽ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിന്റെ മേധാവി ചൈനകളിലായിരുന്നു, ചൈനയുമായിട്ട് ബന്ധപ്പെട്ടവരായിരുന്നു. അവർ ഈ അമേരിക്കയിലേക്ക് പ്ലെയിൻ സർവീസ് വുഹാനിൽ നിർബാധം നടക്കുമ്പോൾ മിസ്റ്റർ ട്രംപിനോട് പറഞ്ഞില്ല ഈ മഹാവ്യാധി. അങ്ങനെയെങ്കിൽ 1916 ലോകത്തിൽ ഒരു ഫ്ലൂ നടന്നു, സ്പാനിഷ് ഫ്ലൂ. ആയിരങ്ങളെ കൊന്നൊടുക്കി. അതിനുശേഷം ലോകത്തിൽ ഈ ആഞ്ഞടിക്കുന്ന ഈ സംഭവത്തിനകത്ത് അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് WHO കൊടുത്തില്ല. അതിന് നിതാന്തം 8-9 കാര്യങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. യഹൂദൻ മടങ്ങി വരുമ്പോൾ ഒരു യുദ്ധത്തിന്റെ ശങ്കുലി അമേരിക്ക പറഞ്ഞു കഴിഞ്ഞു. എന്താ ദൈവകുഞ്ഞുങ്ങളെ പറഞ്ഞത്? അമേരിക്ക പറഞ്ഞത് എന്താണെന്നറിയാമോ? ചൈന ഇതിന് കണക്ക് കൊടുക്കേണ്ടി വരും മിസ്റ്റർ ട്രംപ്. 2, ചൈനയിലെ വുഹാനിലെ ലാബ് ഞങ്ങളെ തുറന്നു കാണിക്കണം. 3, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്കൽ പോംബെ പറഞ്ഞു ചൈന ഇതിന് കണക്ക് തീർക്കേണ്ടി വരും. 4, ഓസ്ട്രേലിയയിലെ പ്രധാനമന്ത്രി പറഞ്ഞു നിങ്ങൾ ഇതിന് കണക്ക് കൊടുക്കേണ്ടി വരും. 5, ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പറഞ്ഞു നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. 6, ഇസ്രയേൽ പറഞ്ഞു നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. 7ാമത്തെ സംഭവമായി ഇന്ന് ഇന്ത്യയുടെ ഒരു ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ WHO മേധാവിയുടെ സ്ഥാനത്തേക്ക് വരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ത്യയും പറഞ്ഞു കഴിഞ്ഞു ചൈന ഇതിന് കണക്ക് കൊടുക്കേണ്ടി വരും. ആ പറച്ചിലിന് പിൻപിൽ ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നില്ലേ, ലഡാക്കിനകത്ത് ഇന്ത്യയുടെ അതിർത്തിയിൽ 800 മീറ്ററിൽ വിമാനങ്ങൾ കയറിക്കഴിഞ്ഞു. അകത്തേക്ക് കയറി റോഡ് വെട്ടുന്നു. ബൈബിളിന്റെ പ്രവചനത്തിന്റെ നിവർത്തിയായി ഇന്ത്യയുടെ നേരെയും ചൈനയുടെ കരുക്കൾ നീക്കുന്നെങ്കിൽ എവിടെയൊക്കെയോ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു. അതിന് നിതാന്തമായി മൈക്കൽ പോംബെ വന്നപ്പോൾ ആരും വിശ്വസിക്കത്തില്ല. ചൈനീസ് സ്ഥാനപതിയെ ഇസ്രായേലിലെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. ചൈന മിണ്ടിയില്ല. ചൈനയുടെ സ്ഥാനപതി 48 വയസ്സുകാരന് ടെല്ലവീവില് അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിൽ വെച്ച് ആര് തട്ടിയെന്നറിയത്തില്ല. ഒരു അന്ത്യകാലത്തിലേക്ക് ലോകം വരുന്നു. കൊറോണയുടെ പിൻപിൽ ചൈനയിലെ സ്ഥാനപതി ഇസ്രായേലിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. എത്ര നിർണായകം! 58കാര് സ്വന്തം കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇസ്രായേൽ ഇതിന് ക്ലിയറൻസ് പോലും കൊടുത്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇതിനോടനുബന്ധിച്ച് ഒരു യുദ്ധം ഇവിടെ ഉണ്ടാകാൻ പോകുന്നു. 1ാമത്തെ കാര്യം, ഉലകം പേടിക്കുന്നു. ഇസ്രായേലിന്റെ സ്പാരോ ഏകദേശം 13,000 കിലോമീറ്റർ വീഴുവാൻ കഴിവുള്ള മിസൈൽ ഇന്ന് ഇസ്രായേലിന്റെ കയ്യിലിരിക്കുന്നു. അതാ യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി. അത്തി തളിർത്തു, കൊമ്പിളതായി, വേനൽ അടുത്തിരിക്കുന്നു. അഥവാ ഇസ്രായേലിന്റെ കയ്യിൽ സ്പാരോ മിസൈൽ. 2ാമത്തെ സംഭവമായി
കഴിഞ്ഞ ദിവസം ചൈനയുടെ സ്ഥാനപതി ജെറുസലേമിൽ അദ്ദേഹത്തിന്റെ കിടപ്പുമുറിയിൽ മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ടെങ്കിൽ അറബ് രാജ്യങ്ങൾ പോലും മിണ്ടാതെ ഇരിക്കുന്നു. അമേരിക്കക്കാരൻ ഇന്ന് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തി ഇവിടെ നടക്കുന്നു. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. കൊറോണയുടെ വ്യാപ്തിക്കകത്ത്, ലഡാക്കിനകത്ത് ചൈനയുടെ സേന ഇന്ത്യക്കെതിരെ 50-ൽ പരം പ്രാവശ്യം ആക്രമിക്കുമ്പോൾ കരസേനയുടെയും നാവികസേനയുടെയും വ്യോമസേനയുടെ മേധാവിമാർ ഡൽഹിയിൽ യോഗം കൂടുമ്പോൾ വചനത്തിന്റെ നിവർത്തിയായി ഇത് ഈറ്റുനോവിന്റെ ആരംഭം. ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ കോവിഡിന്റെ പരിസമാപ്തിയിൽ സാമ്പത്തിക മാന്ദ്യം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ സാമ്പത്തിക മാന്ദ്യം? ലോകത്തിൽ ആഗോളപരമായി പൈസ ഇല്ലാത്തൊരു കാലം. അമേരിക്കയിൽ 3.5 ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഗൾഫിൽ നമ്മുടെ സഹോദരന്മാർ മലയാളികൾ ആയിരങ്ങൾ, ഇന്ത്യയിലെ പ്രിയപ്പെട്ടവരെല്ലാം അനേകം പേർ ഗൾഫ് രാജ്യത്ത് നിന്ന് മടങ്ങി വരുന്ന ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞു. എണ്ണവില തകർന്നിരിക്കുന്നു. ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതി, GDP ഗ്രോത്ത് പോലും പോയി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയാൽ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോക രാജ്യങ്ങളെല്ലാം അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ ബ്രിട്ടനിലെ മുൻ പ്രധാനമന്ത്രി ഗോർഡൻ ബ്രൗൺ ലോക രാജ്യങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു: ഇനി ലോകം ഒരുവൻ ഭരിക്കണം. അങ്ങനെ ഒരുവൻ ഭരിക്കാൻ വന്നാൽ അവനൊരു ചിപ്പുമായി വരും. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ കയ്യിൽ ചിപ്പ് വച്ചാൽ നമ്മുടെ ശരീരത്ത് കൊറോണയുണ്ടോ എന്നറിയാൻ പറ്റും. തെർമൽ സ്കാൻ വേണ്ട, സാനിറ്റൈസർ വേണ്ട, ക്വാറന്റൈൻ വേണ്ട. മനുഷ്യന്റെ ശരീരത്തിലേക്ക് ചിപ്പ് കൊണ്ടുവരുവാൻ രംഗപടത്തിന് പിൻപിൽ ഒരുവൻ എഴുന്നേറ്റ് വരുന്ന കാഴ്ച. അതാ യേശു പറഞ്ഞു, അവൻ അടുക്ക വാതിൽക്കൽ. ഈ പ്രഭാഷണം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങളെ, ഒരു അന്ത്യകാലത്തിലേക്ക് കോവിഡിന്റെ പരിസമാപ്തിയിൽ യഹൂദൻ മടങ്ങി വരും. കോവിഡിന്റെ പരിസമാപ്തിയിൽ ആലയത്തിനുള്ള നിർണായകമായ കാര്യങ്ങൾ. കോവിഡിന്റെ പരിസമാപ്തിയിൽ യുദ്ധത്തിന്റെ ശങ്കുലികൾ കേൾക്കും. കോവിഡിന്റെ പരിസമാപ്തിയിൽ സാമ്പത്തിക രംഗം അസ്ഥിരമാകുമ്പോൾ ഒരുവൻ പിൻപിൽ നിന്ന് ബാർകോഡുമായി എഴുന്നേറ്റ് വരാൻ പോകുന്നു. ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങളെ, കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിന്റെ കടശി ദിനങ്ങളിലേക്ക് നടന്നു പോകുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണ, കാത്തിരിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവാൻ 10,000 പേരിൽ സുന്ദരനായി നാഥൻ മധ്യാകാശത്തിൽ വരാറായി. കുഞ്ഞെ, ഇവിടെ കോവിഡല്ല, കൊറോണയല്ല. അതിനുശേഷം മഹാവ്യാധികൾ ആഞ്ഞടിച്ചാലും, രോഗങ്ങൾ ആഞ്ഞടിച്ചാലും, പ്ലെയിൻ ഇല്ലാഞ്ഞാലും, ട്രെയിൻ ഇല്ലാഞ്ഞാലും, ബാങ്കുകൾ അടഞ്ഞു കിടന്നാലും, ഈ തലമുറയിൽ ഒരു മഹാസംഭവം ഇവിടെ നടക്കാൻ പോകുന്നു. വട്ടിയൂർക്കാവിൽ നിന്ന് എഴുന്നേറ്റ വ്യോമമിത്രയല്ല, കമ്പ്യൂട്ടർ ആകുന്ന സോഫിയ മനുഷ്യനെ കൊല്ലാൻ പോകുന്നതല്ല, ആകാശത്ത് നിന്ന് രക്തമഴ പെയ്യാൻ പോകുന്നതല്ല, മഹാപ്രളയം ഇവിടെ ആഞ്ഞടിക്കുന്നതല്ല, തീർന്നില്ല. സൂര്യൻ ഇരുളാകുന്നതല്ല, ചന്ദ്രൻ രക്തതുല്യമാകുന്നതല്ല. ഈ തലമുറയിൽ ഒരു മഹാസംഭവം ഇവിടെ നടക്കാൻ പോകുന്നു. ആ സംഭവത്തിന്റെ പേരാ റാപ്ചർ. കാത്തിരിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ, കോവിഡിന്റെ സമാപ്തിയിൽ ഇത് കാണുമ്പോൾ, ഇസ്രയേലിന്റെ മടങ്ങി വരവ്, യഹൂദന്റെ കൂട്ടിച്ചേർപ്പ്, ആലയത്തിന്റെ പണിയും, സ്വാരോയുടെ മിസൈലും, അവനടുക്ക വാതിൽക്കല്, ലഡാക്കിനകത്ത് ചൈനയുടെ അതിർത്തിയുടെ പ്രക്രിയ നടക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണ, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിവർന്ന തലകളെ ഉയർത്തുവി. വായിക്കാം തിരുവചനത്തിൽ നിന്നൊരു ഭാഗം നമ്മുടെ ചിന്തയ്ക്കായി. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. റെവലേഷൻ ചാപ്റ്റർ 13 വേഴ്സ് 1 and 2. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും, അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും അതിന്റെ വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും അധികാരവും സിംഹാസനവും കൊടുത്തു. കണ്ണുകൾ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണത്തിന്റെ ചുരുളിലേക്ക് നാം കടക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നമ്മുടെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈ പ്രസംഗ പരമ്പരകൾ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ വിടുവിപ്പാൻ നിങ്ങളുടെ മുൻപിൽ ഒരു കരമുണ്ട്, യേശുവിൻ്റെ കരം. എന്നെ കേൾക്കുന്ന വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, യാക്കോബ് വീട്ടിൽ നിന്ന് ഇറങ്ങി, ഹല്ലേലൂയ, അപ്പനെ പറ്റിച്ചു, ചേട്ടനെ പറ്റിച്ചു. അവിടെ നിന്നാൽ ഇനിയുള്ള കാര്യം വളരെ വിഷയമാണ്. വനാന്തരത്തിലേക്ക് പോയ ചേട്ടൻ മടങ്ങി വരുന്നതിന് മുമ്പ് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പനെയും പറ്റിച്ചു, ചേട്ടനെയും പറ്റിച്ചു. ലാബാന്റെ വീട്ടിലേക്കുള്ള യാത്രയിലേക്ക് പോവുക. കയ്യിലൊരു വടി,
അമ്മ കൊടുത്ത വെള്ളം പകൽ മുഴുവൻ ചെറുപ്പക്കാരനായ യാക്കോബ് കറങ്ങി നടന്നു. വെള്ളം എവിടെയോ തീർന്നുപോയി, വടി എവിടെയോ നഷ്ടപ്പെട്ടു പോയി. കുഞ്ഞ് സന്ധ്യായാമത്തിൽ അവൻ എവിടെയാ കടന്നത്? ലൂസ് എന്ന പട്ടണത്തിനകത്ത്. ലൂസിനൊരു പ്രത്യേകതയാ, ആ പട്ടണത്തിൽ ഒരു കല്ല് തലയണയായി എടുത്തു വെച്ച് ചെറുപ്പക്കാരനായ യാക്കോബ് കിടന്നുറങ്ങി. രണ്ട് ചിന്ത അവനെ ഭരിച്ചുകൊണ്ടിരുന്നു. ഒന്ന്, ലാബാന്റെ വീട് അവൻ അറിയത്തില്ല, വഴിയഴ കുറങ്ങുന്നു ഇല്ല. തിരിച്ചപ്പൻ്റെ വീട്ടിലേക്ക് വന്നാൽ ഏശാവിൻ്റെ കരത്തിലിരിക്കുന്ന വാളിന് ഇവൻ ഇരയായിത്തീര്. അവനൊന്ന് മുട്ടുമടക്കി. അന്ന് രാത്രി അവൻ്റെ കണ്ണുനീർ ഭാരമുള്ള ആ കല്ലിനകത്ത് വീണു. കല്ല് നനയുവാൻ തുടങ്ങിയപ്പോൾ തൻ്റെ ഭക്തൻ്റെ വേദന കണ്ടിട്ട്, യാക്കോബിൻ്റെ ഹല്ലേലൂയ കണ്ണുനീർ കണ്ടിട്ട് ഒരു കോവണി അവന് വേണ്ടി ഇറങ്ങി വന്നു. ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന ദൈവത്തിലെ പിതാവേ മാതാവേ ദൈവകുഞ്ഞ്, നിന്റെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം, നിന്റെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി. അപ്പൻ്റെ വീട് നിനക്കെതിരെ അടഞ്ഞാൽ നില്ല് ചെല്ലേണ്ട ഡെസ്റ്റിനേഷൻ നിനക്കറിയത്തില്ലെങ്കിൽ സ്വർഗത്തിൻ്റെ കോവണി, ഹല്ലേലൂയ, സൂര്യൻ ഇരുളായപ്പോൾ സ്വർഗത്തിൻ്റെ കോവണി യാക്കോബിന് വേണ്ടി ഇറങ്ങി വന്നെങ്കിൽ എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന, ഈ മെസ്സേജ് കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് മുന്നോട്ട് എങ്ങനെ ചലിക്കാമെന്ന് നിനക്കെതിരെ ആരെങ്കിലും പദ്ധതി വെച്ച് നിന്നെ ഒരു ഡെസ്റ്റിനേഷൻ കൊണ്ടെത്തിക്കത്തില്ലെന്ന് പിശാച് വാത് കെട്ടിയാൽ ഇല്ല. പുറകിൽ നിന്റെ ഭവനക്കാർ നിനക്കെതിരെ നിന്നാൽ, കൃപ പ്രാപിച്ച ദൈവമക്കള്, പഴയ നിയമത്തിൽ യാക്കോബിന് വേണ്ടി ഒരു കോവണി ഇറങ്ങി വന്നെങ്കിൽ പുതിയ നിയമത്തിന്റെ കോവണിയായ യേശു ക്രിസ്തു നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങിയാൽ പുതിയ വഴികളെ തുറക്കുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. നിന്റെ പരാജയങ്ങളെ മാറ്റി നിന്നെ എത്തിക്കേണ്ട ഡെസ്റ്റിനേഷനിൽ എത്തിക്കുവാൻ ഒരു കരം യാക്കോബിന് വേണ്ടി ഇറങ്ങിയെങ്കിൽ ഈ പ്രഭാഷണം ശ്രദ്ധിക്കുമ്പോൾ അത്ഭുത കരത്തിന്റെ വല്ലഭത്വം നിന്റെ മേൽ വെളിപ്പെടട്ടെ. കരുണാമയനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു വേളയിൽ കൂടി നല്ല സമയം നിന്റെ സന്നിധാനത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുക മഹാദൈവം ഒരുക്കിയ വിശ്വസതയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ലോകത്തിന്റെ ഹല്ലേലൂയ 5 വൻകരകളിൽ കോവിഡ് എന്ന മഹാമാരി ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പ അനേകം പേർ ക്വാറന്റൈനകത്ത്, അനേകം പേർ വീട്ടിനകത്ത്, അനേകം പേർ ആശുപത്രി കിടക്കയ്ക്കകത്ത്, വിദേശ രാജ്യത്ത് ഒരു ടിക്കറ്റിന് വേണ്ടി കുഞ്ഞുങ്ങൾ കാത്തിരിക്കുന്നു. ക്വാറന്റൈൻ്റെ അവസ്ഥകൾ നാളെ എവിടേക്ക് ചെല്ലുമെന്ന് അറിഞ്ഞിരിക്കുന്നു. പലരും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. വേദനയോടെ ഈ പ്രഭാഷണം കേൾക്കുന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറട്ടെ. ദുഃഖത്തോടെ ആരെങ്കിലും ഇരിക്കുമ്പോൾ ദുഃഖത്തിന്റെ കെട്ടുകൾ ഹല്ലേലൂയ ഈ ടൈമിൽ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറട്ടെ. ഹല്ലേലൂയ, ഭാരത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കരം അവർക്ക് വേണ്ടി വെളിപ്പെടട്ടെ. എല്ലാ കോവിഡിന്റെ വ്യാപാര ശക്തികളെയും മാറ്റുക. പരിശുദ്ധാത്മാവിന്റെ കൃപ നിന്റെ കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാഷണം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സത്യവചനത്തിന്റെ ഏടുകൾ കേട്ടുകൊണ്ട് നിന്റെ കുഞ്ഞുങ്ങൾ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് വേണ്ടി ഒരുങ്ങുക. ഈ പ്രഭാഷണ പരമ്പര മുഖാന്തരമായി തീരട്ടെ. ഇതെത്തുന്ന വൻകരകളിലെല്ലാം ജനം മുട്ടുമടക്കി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട്, തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ഈ സന്ദേശ പരമ്പരകൾ മുഖാന്തരമായി തീരട്ടെ. കർത്താവ്, ഇതിന്റെ പിൻപിൽ അധ്വാനിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ ഗോസ്പൽ മിനിസ്ട്രിയുടെ എല്ലാ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇത് ചെല്ലുമ്പോൾ തന്നെ, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അത്ഭുതത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി നീട്ടുന്ന ദൈവത്തിന്റെ വലിയ കരം ഇതിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ദിനങ്ങളെ ടൈമുകളുമായി മാറട്ടെ. ഒരിക്കൽ കൂടി തിരുവെടുത്തുമായി അടിയൻ നിൽക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ പ്രസംഗിച്ചതിന്റെ മഹത്വമല്ല കർത്താവേ, അങ്ങയുടെ വചനത്തിന്റെ ഹല്ലേലൂയ പൊരുളുമായി എളിയവൻ നിൽക്കുന്നു. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഈ പ്രഭാഷണത്തിൽ ഉയരണ്ട. ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ നാമം മാത്രം